കർത്താവിന് സ്തോത്രം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് സെൻഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ജഡമനസ്സ് എന്ന് പറയുന്ന വിഷയം. ജഡമനസ്സും ജഡശരീരവും എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംസാരിക്കാനിടയായി. എനിക്കത് വളരെ നിർണായകമായ ഒരു കണ്ടെത്തലായിരുന്നു. ഏതാനും 10 ദിവസങ്ങളോളം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് ജഡമനസ്സെന്നുള്ളൊരു ഒരു കാഴ്ച കൊളോസി ലേഖനം വായിച്ചപ്പോഴാണ് അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു സെൻഷ്യസ് മൈൻഡിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഞാൻ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന സെൻഷ്യസ് മൈൻഡ് എന്ന്. എന്താണ് ഒരു സെൻഷ്യസ് മൈൻഡ്? ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ മൈൻഡ് സെൻസിനോട് റിയാക്ട് ചെയ്യുന്ന, സെൻസിനെ ബേസ് ചെയ്തുള്ള, നമ്മുടെ മനുഷ്യന്റെ സ്വയം ഇവാലുവേഷനെ ബേസ് ചെയ്തുള്ള ഒരു മൈൻഡ് എന്ന് പറയുന്നത് തകർക്കപ്പെടാത്ത ഒരു മനസ്സാണ്. ശരിക്കും തകർക്കപ്പെടാത്ത മനസ്സെന്ന് വേണം നമ്മളതിനെ വ്യാഖ്യാനിക്കാൻ. സെൻഷ്യസ് മൈൻഡ് ഒരിക്കലും തകർക്കപ്പെടാത്ത മനസ്സാണ്. എത്ര ബുദ്ധിമുട്ടോടെ കടന്നുപോയാലും തകർക്കപ്പെടില്ല. നമ്മൾ ഫറവോന്റെ കഥ വായിക്കുമ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് റിമോഴ്സ് തോന്നുന്നുണ്ടെങ്കിലും അവൻ ഒരിക്കലും ബ്രോക്കൺ ഹാർട്ടഡ് ആകും, നിസ്സഹായനാണ്. അതുപോലെ കർത്താവിന്റെ അടുത്തേക്ക് വരാത്ത അനേകം ദുഷ്ട കഥാപാത്രങ്ങളെ നമ്മൾ വേദപുസ്തകത്തിൽ കാണുമ്പോൾ അവരൊന്നും ഒരിക്കൽ പോലും, പലപ്പോഴും പലർക്ക് റിഗ്രറ്റ് തോന്നുന്നുണ്ടെങ്കിലും ഇവരൊന്നും ഒരിക്കലും ഹൃദയം തകർന്നവരായി മാറി നമ്മൾ കാണുന്നില്ല. അപ്പൊ സെൻഷ്യസ് മൈൻഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ നെവർ ബ്രോക്കൺ എന്നുള്ളതാണ്. അപ്പോൾ ഈ ബ്രോക്കൺനെസ് എന്താണ് ജഡമനസ്സ് നമ്മളെങ്ങനെയാണ് ഈ ബ്രോക്കൺനെസ്സിന് തടയുന്നത് എന്നുള്ളത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ശരിക്കും 51-ാം സങ്കീർത്തനത്തിലാണ് നമ്മൾ ബ്രോക്കൺ ഹാർട്ടഡ്നെസ്സിനെ കുറിച്ച് കാണുന്നത്. അത് വലിയൊരു പാപത്തിന് ശേഷം ദാവീദിനുണ്ടായ ഒരു ഹൃദയ തകർച്ചയാണ് 51-ാം സങ്കീർത്തനത്തിൽ വെക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ബ്രോക്കൺ ഹാർട്ടഡ്നെസ് അത് ദാവീദിൽ ഉളവാകാൻ അവൻ വലിയൊരു പാപത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട്. അതല്ലായിരുന്നെങ്കിൽ അവൻ വളരെ നീതിമാനായിട്ട് അവന് തന്നെ അനുഭവപ്പെടുമായിരുന്നു. സോ ഇറ്റ് വാസ് എ ബിഗ് ഫോൾ ഫോർ ഡേവിഡ്. ഒരുപക്ഷെ വളരെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത, എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അങ്ങനെ ഒരു പാപത്തെക്കുറിച്ച് ചിന്തിക്കുകയെങ്കിലും ചെയ്യും. യെസ്, ഇറ്റ് വാസ് സോ മച്ച് അൺതിങ്കബിൾ. കാരണം ദാവീദിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു ഇവന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. പക്ഷെ അവൻ വീണ വീഴ്ച ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഈ ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായതെന്ന്. പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഹി വാസ് എ വെരി ക്രാഫ്റ്റി മാൻ എന്ന് എനിക്ക് മാനുഷികമായിട്ട് തോന്നി. അതുപോലെ യാക്കോബിന്റെ കാര്യം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു, പഴയ നിയമത്തിലെ യാക്കോബ് വളരെ ഉപായി തന്നെയാണ് അവന്റെ പേര്. പക്ഷെ ഇവരെല്ലാം ബ്രോക്കൺ ആക്കാൻ ദൈവത്തിന് എളുപ്പമായിരുന്നു. ദാറ്റ് മീൻസ് ദേ വർ അവൈലബിൾ ടു ഗോഡ്. ദൈവത്തിന് അവരിൽ പ്രവർത്തിക്കാൻ അവർ അവൈലബിൾ ആയി. ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ എന്താ യഥാർത്ഥത്തിൽ അർത്ഥം? നമ്മൾ ജസ്റ്റ് ഒരു ഡിക്ഷണറി മീനിങ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേണ്ട ഒരു സാധാരണ ഡേ ടു ഡേ ലൈഫിൻ്റെ ഒരു മീനിങ്, സംതിങ് ഈസ് ബ്രോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അത് പോയി എന്നാണ്. ഒരു ഫ്ലവർ വേസ് ബ്രോക്കൺ നമ്മുടെ ഏച്ചിട്ടേക്ക് വെക്കുമായിരിക്കാം, പക്ഷെ ഇറ്റ് ഈസ് ബേസിക്കലി യൂസ്ലെസ്. ബ്രോക്കൺനെസ് നമ്മോട് പറയുന്നത് നമ്മൾ യൂസ്ലെസ് ആണെന്ന് തന്നെയാണ്. നമ്മൾ അയോഗ്യരാണെന്ന് ഉള്ള ഒരു ഡിസ്കവറിയാണ് നമ്മുടെ ബ്രോക്കൺനെസ് എന്ന് പറയുന്നത്. നമ്മൾ അയോഗ്യരാണ് എന്ന് വേദശാസ്ത്രപരമായിട്ട് നമുക്കറിയാം. 17-ാം വാക്യം 51:17 സങ്കീർത്തനം 51:17 ഇങ്ങനെ പറയുന്നത്, The sacrifices of God are a broken heart. A broken and contrite heart, O God, you will not despise. അപ്പൊ ദൈവം ഒരിക്കലും നിരസിക്കാത്തത് തകർന്ന ഹൃദയത്തെയാണ്. അതായത് ഒരു മനുഷ്യൻ കർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവന് ദൈവത്തിന് യൂസബിൾ ആകണമെങ്കിൽ അവന് സ്വയം അൺയൂസബിൾ ആകണം. ദാറ്റ് മീൻസ് he needs to feel worthless and broken.
ഇയ്യോബിന്റെ കഥ നമ്മൾ വായിക്കുമ്പം ഇയ്യോബ് പാപം ചെയ്തിട്ടില്ലായിരുന്നു, സാത്താൻ എന്തിനാണ് ഇങ്ങനെ സാത്താനെ പരീക്ഷിക്കാൻ വേണ്ടി ഇയ്യോബിനെ ദൈവം വിട്ടുകൊടുത്തതെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുമായിരുന്നു. ഞാൻ ചിന്തിക്കുമായിരുന്നു. അപ്പൊ സാത്താൻ വന്ന് ദൈവത്തെ വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ ദൈവം ആ വെല്ലുവിളി സ്വീകരിച്ച് എന്നാ പിന്നെ ഒരു ഗെയിം കളിച്ചേക്കാം എന്നുള്ള രീതിയിൽ സാത്താനുമായിട്ട് ദൈവം ഇടപെടും. പക്ഷെ ബൈബിളിലെല്ലാം നമ്മൾ കാണുന്ന ആ ഒരു കാഴ്ചയുടെ പുറകിൽ ദൈവത്തിന്റെ ഒരു ഹൃദയമുണ്ട്. മോശെ കനാൻ ദേശത്ത് അവസാന നിമിഷം കനാൻ ദേശത്ത് എത്തുന്നതിന് മുമ്പ് ഒരു പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ അവൻ പാറമേൽ അടിച്ചു. ദൈവം അവനോട് പറഞ്ഞു, നീ കനാൻ ദേശം പ്രവേശിക്കില്ല. നമ്മൾ വിചാരിക്കും എന്ത് കഷ്ടമായി പോയി കനാൻ ദേശത്തേക്ക് പ്രവേശിക്കാൻ. എന്തുകൊണ്ടാണ് മോശെ അനുവദിക്കാഞ്ഞത്? അതിനൊരു കാരണമുണ്ട്. മോശെ ലേവി ഗോത്രത്തിലുള്ള ആളാണ്, ലോ ഗിവറാണ്, പ്രോഫറ്റാണ്. ഇനി അവരെ നയിക്കേണ്ടത് ഒരു രാജാവാണ്. മോശയുടെ ശുശ്രൂഷയോടെ കഴിഞ്ഞപ്പോഴാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ പദ്ധതികൾ ഈ കനാൻ ദേശത്ത് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് രാജ്യം സ്ഥാപിക്കേണ്ടത് മോശയല്ല, യോശുവയാണ്. അങ്ങനെയാണ് ദൈവം അവന്റെ പദ്ധതികളെ പ്ലാൻ ചെയ്യുന്നത്. ഇയ്യോബിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇയ്യോബിനെ കുറിച്ച് വലിയൊരു ദൈവിക ഉദ്ദേശമുണ്ട്. ഇത്രയും നീതിമാനായ ഒരു മനുഷ്യനെ അത്രയും സഫറിങ്ങിലൂടെ പോയിട്ടും അവൻ ബ്രോക്കൺ ആയില്ല, തകർന്നു ഭൗതികമായിട്ട് നോക്കിയാൽ. പക്ഷെ അകത്തുള്ള സ്പിരിറ്റ് ബ്രോക്കൺ ആയില്ല. എന്തുകൊണ്ടായിരിക്കാം ദാവീദ് ബ്രോക്കൺ ആവുകയും ഇയ്യോബ് ബ്രോക്കൺ ആകാതെ ഇരുന്നത്? അതിന്റെ കാരണം ദാവീദിന്റെ പാപം അവന്റെ ജഡ ശരീരത്തിലായിരുന്നുവെങ്കിൽ ഇയ്യോബിന്റെ പാപം അവന്റെ ജഡ മനസ്സിലായിരുന്നു. ഈ ജഡ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എപ്പോഴും അവന്റെ പാപം കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സ്റ്റബേൺനെസ്സിനകത്തായി പോകും. അപ്പൊ കഷ്ടങ്ങൾ വരുമ്പോഴും അവന് മനസ്സിലാകുന്നില്ലേ, ഞാൻ പാപിയാന്ന് മനസ്സിലാകുന്നില്ല, ആർക്കും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് കഷ്ടങ്ങൾ ഒരാളെയും തകർക്കുന്നില്ല. ഇയ്യോബിനെ കഷ്ടങ്ങൾ തകർത്തോ? ഇല്ല. ഇയ്യോബിന് കഷ്ടങ്ങൾ വന്നപ്പോൾ അയ്യോ ഞാൻ പാപിയാണെന്ന് തോന്നിയോ? ഇല്ല. അവസാനം കർത്താവിനെ കണ്ടപ്പോഴാണ് അവൻ പാപിയാണെന്ന് അവന് ബോധ്യമുണ്ടായി. നമ്മുടെ കഷ്ടങ്ങളിലും ഏത് സാഹചര്യത്തിലും നമ്മൾ ദൈവത്തിന്റെ മാഗ്നിഫിക്കൻസ്, അവന്റെ മഹത്വം കാണുമ്പോഴാണ് നമ്മൾ തകർക്കപ്പെടുന്നത്. ജഡ മനസ്സ് തകർക്കപ്പെടാൻ കർത്താവിന്റെ വെളിപ്പാടല്ലാതെ വേറൊരു വഴിയുമില്ല. ഈ കർത്താവിന്റെ വെളിപ്പാടിലൂടെ മാത്രമാണ് നമ്മുടെ ജഡ മനസ്സിനെ തകർക്കാൻ പറ്റുന്നത്. നമ്മൾ വർത്ത്ലെസ് ആയിട്ട് നമുക്ക് തോന്നണമെങ്കിൽ വി നീഡ് ടു ഗെറ്റ് ദാറ്റ് റെവലേഷൻ മോമെന്റ് ബൈ മോമെന്റ്. അപ്പോൾ അതൊരു വലിയ അയ്യോ ഞാൻ ഒടിഞ്ഞു പോയവൻ, എന്നെ എന്തിനു കൊള്ളാം, അയ്യോ ഞാൻ യൂസബിൾ അല്ല എന്ന് തന്നെ എനിക്ക് തോന്നണം. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഒരുമാതിരി എന്താ പറയുന്നത്, സെൽഫ് കോൺഫിഡൻസ് കളയുന്ന ഒരു കാര്യമാണല്ലോ. നമ്മളെല്ലാം ഇന്നെല്ലാം നാട്ടുകാർ മുഴുവൻ, ലോകം മുഴുവൻ പഠിപ്പിക്കുന്ന നിങ്ങൾ കോൺഫിഡൻ്റ് ആകണം, നിങ്ങൾ ആത്മവിശ്വാസം ഉള്ളവരല്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോകും, ഇങ്ങനെയല്ലേ നമ്മൾ എല്ലായിടത്തും കേൾക്കുന്നത്. ഇന്ന് ക്രിസ്ത്യൻ പ്രീച്ചിങ്സിൽ പോലും നമ്മുടെ ആത്മവിശ്വാസമുള്ളവരാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ എല്ലാം നമ്മുടെ മനസ്സിനെ ബലമുള്ളതാക്കാനും സ്ട്രോങ് ആക്കാനുമാണ് കൗൺസിലിംഗ് ടെക്നിക്കുകളും പ്രീച്ചിങ്സും എല്ലാം നടക്കുന്നത്. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ്. കർത്താവിന്റെ കൈകളാൽ അവന്റെ വെളിപ്പാടിനാൽ നമ്മൾ തകർക്കപ്പെടും. നമ്മൾ അവന്റെ കൈകളിൽ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. അപ്പൊ നമ്മുടെ ആശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ നീതിയിൽ നിന്നും നമ്മുടെ യൂസബിലിറ്റിയിൽ നിന്നും മാറി കർത്താവിന്റെ കരുണയിലേക്ക് ഷിഫ്റ്റ് ആവും. പണ്ടൊക്കെ ഞാനിങ്ങനെ പ്രസംഗം കേൾക്കുമ്പോൾ, ബൈബിൾ സ്കൂളിലൊക്കെ പ്രസംഗം കേൾക്കുമ്പോഴേ ഈ പിള്ളേരെല്ലാം പ്രസംഗിക്കുമല്ലോ, ഞാൻ വിചാരിക്കുമോ എനിക്കൊരു ചാൻസ് തന്നായിരുന്നെങ്കിൽ ഞാൻ പ്രസംഗിക്കാം. അപ്പൊ അന്നത്തെ ഒരു കാലം അങ്ങനെയാണ്. അഹങ്കാരം നമുക്ക് തോന്നുക നമുക്കിതെല്ലാം അറിയാം. അങ്ങനെ പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും പാസ്റ്റേഴ്സ് ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഇത് ഒരു 15 മിനിറ്റ് എനിക്ക് തന്നേക്കാരും തരുമായിരുന്നു നല്ല, കാരണം ഇങ്ങനെ തോട്ട്സ് ഇങ്ങനെ ഹൃദയത്തിൽ വരുമ്പോൾ ഇതെങ്ങനെയെങ്കിലും എക്സ്പ്രസ് ചെയ്യണമെന്ന് തോന്നും. അപ്പോൾ ഞാൻ യൂസബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുകയാണ് എന്നെ ആവശ്യത്തിന് ആൾക്കാർ യൂസ് ചെയ്യുന്നില്ല.
ഇതെന്തിന്റെ ലക്ഷണം? ഇത് തകർക്കപ്പെടാത്തൊരു ഹൃദയത്തിന്റെ ലക്ഷണം. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരെക്കാളൊക്കെ എന്ന് എനിക്ക് തോന്നുന്നത് ഈ ജഡ മനസ്സ് സ്ട്രോങ് ആയതാണ്. അപ്പൊ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ശരിക്കും കർത്താവിന്റെ വെളിച്ചത്തിൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ ചെയ്തു കളയുമെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ വിൽ പവറിൽ ശക്തനായതുകൊണ്ട്. ഇതിനകത്ത് നമ്മൾ കൊളോസി ലേഖനം കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ താഴ്മയിൽ രസിക്കുക എന്നുള്ളൊരു പ്രയോഗം നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു. ഈ താഴ്മയിൽ രസിക്കുക എന്നുള്ളതിൻ്റെ യഥാർത്ഥ അർത്ഥം, ആ താഴ്മയെക്കുറിച്ച് അതിൻ്റെ ഗ്രീക്കിൽ മീനിങ് ഇങ്ങനെയാണ്, മീനിങ് മാത്രമേ പറയുന്നുള്ളൂ, അതിങ്ങനെയാണ്: വോളണ്ടറി ഹംബിൾനെസ്, ഹ്യൂമിലിറ്റി. അതായത് ഞാൻ ഹംബിളാകാൻ ഞാൻ തീരുമാനിക്കുന്നു. അതെങ്ങനെ ഉണ്ടാവും? അപ്പൊ ഒരു വില്ല്, ആ വില്ലാണ് തീരുമാനിക്കുന്നത്. വിൽഡ് ഹംബിൾനെസ്. ഇത് ജഡ മനസ്സിന്റെ ഭാഗമാണ്. ഞാൻ ഈ പറയുന്നത് എന്താ, സാധാരണ ഞാൻ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യമല്ല. നമ്മൾ ആഗ്രഹിച്ച്, നമ്മൾ തീരുമാനിച്ച് നമ്മൾ ഹംബിൾ ആകുന്ന ആലോചിക്കുക. നമ്മൾ ആഗ്രഹിച്ച്, നമ്മൾ തീരുമാനിച്ച് നമ്മൾ സത്യസന്ധരാകുന്ന ആലോചിക്കുക. നമ്മൾ ആഗ്രഹിച്ച് തീരുമാനിച്ച് നല്ലവരാകുന്ന, ഇതെല്ലാം ജഡ മനസ്സിന്റെ അഭ്യാസമാണ്. ഇതൊരുപക്ഷെ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്: വോളണ്ടറി വിൽഡ് സബ്മിഷൻ. That means something that does not come from the spirit, something that does not come from the divine nature. Instead, it comes from our will. ആ വില്ല് നമ്മൾ എക്സർസൈസ് ചെയ്യുന്ന ഓരോ നന്മയിലൂടെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. ജഡ മനസ്സ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. ബിക്കോസ് ഇറ്റ്സ് കേപ്പബിൾ ഓഫ് അച്ചീവിങ് സംതിങ്. വെറും അൺയൂസബിൾ അല്ല. കൊളോസി ലേഖനത്തിൽ അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്. അതായത് വോളണ്ടറി ഗുഡ് വർക്ക്സ്. ആ ഗുഡ് വർക്ക്സ് നമ്മളിൽ സൃഷ്ടിക്കുന്ന എന്താണ്? ഇനി ഞാൻ എന്നെക്കുറിച്ച് എല്ലാവരും അഹങ്കാരി എന്നാ പറയുന്നത്, ഞാൻ ഇന്ന് മുതൽ താഴ്മയായിട്ട് പെരുമാറാൻ പോവാണ്. ഈ അഹങ്കാരി എന്നുള്ള പേര് എനിക്കൊന്ന് മാറ്റണം. എങ്ങനെയുണ്ട് ഐഡിയ? ഇത് അൺബ്രോക്കൺ ഹാർട്ടാണ്. ബ്രോക്കൺ ഹാർട്ട് അങ്ങനല്ല. ബ്രോക്കൺ ഹാർട്ട് കർത്താവിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഹാർട്ടാണ്. കാരണം അവനിൽ തന്നെ ഹോപ്പൊന്നുമില്ല. ഹി ഡസ് നോട്ട് ട്രസ്റ്റ് ഹിസ് ഓൺ വിൽ. അപ്പോ എന്നെ ഒട്ടും ട്രസ്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ ഞാൻ അത്രയും തകർന്നിരിക്കണം. എങ്കിൽ മാത്രമേ കർത്താവിലേക്ക് നോക്കാൻ എനിക്ക് സാധിക്കൂ. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, തകർന്ന ഹൃദയമാണ് ഏറ്റവും നല്ല യാഗം. അത് ദൈവത്തിന് ഭയങ്കര പ്രസാദകരമാണ്. കാരണം അവിടെ ദൈവത്തിന്റെ പൂർണ്ണമായ മഹത്വമാണ് വെളിപ്പെടുന്നത്. ഞാൻ പ്രധാനമായിട്ട് ചിന്തിച്ച ഒരു കാര്യം, നമ്മൾ കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ, ഇത് ഇപ്പൊ വീണ്ടും ഈ കഷ്ടതയുടെ കാര്യം കടന്നു വരുന്നു. കഷ്ടത അനുഭവിക്കുന്നതുകൊണ്ടല്ല, അതിന് നടുവിൽ കർത്താവിനെ കാണുന്നത് കൊണ്ടാണ് ഞാൻ ശരിക്കും ബ്രോക്കൺ. കഷ്ടത നമുക്ക് പല രീതിയിൽ അനുഭവിക്കാം. ഒരിക്കലും ബ്രോക്കൺ അല്ലാത്ത ഒരു കഠിനഹൃദയവും നമുക്ക് തരാം. കഷ്ടതകൾ കൊണ്ട് സംഭവിക്കാം. കാരണം പലരും നമ്മൾ കേട്ടിട്ടില്ലേ, തീയിൽ കുരുത്തത് വെയിലത്ത് വാടുമോ എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട്. നിങ്ങൾ പലരും അമേരിക്കയിലായപ്പോൾ ചൊല്ലൊക്കെ മറന്നുപോയി കാണുമായിരിക്കും. എന്നാൽ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും അങ്ങനത്തെ ഒരു ചൊല്ലുണ്ട്. തീയിൽ കുരുത്തത് വെയിലത്ത് വാടുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടതയിലൂടെ പോയ ആൾക്കാർ നിസ്സാരമായത് കണ്ടാലൊന്നും തളരില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം അത് നല്ല സ്ട്രോങ് മൈൻഡ് ആയിരുന്നു. ഈ സ്ട്രോങ് മൈൻഡ് ആയി കഴിയുമ്പം ആരുടെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ മാത്രമുള്ള ബലം ഞാൻ പ്രാപിച്ചിട്ടുണ്ട്. ഐ എം നോട്ട് ബ്രോക്കൺ, ഐ എം നോട്ട് വീക്ക് എനി ലോങ്ങർ. ഈ വിശുദ്ധന്റെ പാപങ്ങളിൽ ഒന്നാണ് ഈ സ്ട്രോങ് സ്റ്റബൺ ഹാർട്ട് എന്ന് പറയുന്നത്. അതൊരു ഫാരിസൈക്ക് സിന്നാണ്. ഇപ്പൊ ജഡ മനസ്സെന്ന് പറയുന്നത് നമ്മളെ മാനസാന്തരപ്പെടാനോ തകരാനോ അനുവദിക്കാത്ത, തലയെ മുറുകെ പിടിക്കാൻ നമ്മളെ സമ്മതിക്കാത്ത. ഇപ്പൊ നമ്മൾ വീണു പോകുന്ന ഒരവസ്ഥയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കച്ചിത്തുരുമ്പ് കിട്ടിയാലും അതിൽ മുറുകെ പിടിക്കും.
കേട്ടിട്ടില്ലേ അത്? മുങ്ങിച്ചാകാൻ പോകുന്നവനൊരു കച്ചത്തുരുമ്പ് കിട്ടിയാൽ അതിൽ ക്ലച്ച് ചെയ്യും. ഇപ്പം ഒരാൾ മുങ്ങിക്കൊണ്ടിരിക്കുക, നിങ്ങൾക്ക് നീന്തൽ അറിയാൻ വയ്യെങ്കിൽ, എക്സ്പേർട്ട് അല്ലെങ്കിൽ, നിങ്ങൾ അയാളെ രക്ഷിക്കാൻ ചാടിയാൽ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി, നിങ്ങൾ അവരുടെ കൂടെ പോകും. അയാൾ ബലമായിട്ട് പിടിക്കും, കൊണ്ടുപോകും. മുങ്ങിച്ചാകാൻ പോകുന്നതിന് എന്ത് കിട്ടിയാലും ബലം പിടിച്ച് പിടിക്കും. അതുപോലെ ഞാൻ ബ്രോക്കൺ ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഞാൻ കർത്താവിനെ തലയെ മുറുക്ക പിടിക്കുന്നത്. കാരണം എനിക്ക് വേറെ വഴിയില്ല. ഐ കാൺ സ്റ്റാൻഡ് ഓൺ മൈ ഓൺ. അപ്പൊ ഇയ്യോബിന് കർത്താവ് എന്തിന് ഇത്രയും വലിയ കഷ്ടതകൾ കൊടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇയ്യോബിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ, ആ വില്ല്, സെൽഫ് വില്ല് ഒടിക്കണമെങ്കിൽ അത്രയും കഷ്ടതയുടെ നടുവിൽ അവൻ കർത്താവിനെ കാണുമായിരുന്നു. അല്ലാതെ സാത്താനെ വെല്ലുവിളിക്കാൻ വേണ്ടിയൊന്നുമല്ല, ഇയ്യോബിനെ വിശദീകരിക്കാൻ വേണ്ടിയാണ്. ദൈവം എന്ത് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ വിശദീകരണമാണ്. എല്ലാം അവൻ അതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ അല്ലെങ്കിൽ സന്തോഷങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യമായാലും, അത് നമ്മളെ ബ്രോക്കൺ ആക്കുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാം? അതോ നമ്മൾ കഷ്ടം അനുഭവിച്ച ആളെന്നുള്ള അത് വീണ്ടും നമ്മളെ കടുപ്പിക്കുകയാണോ ചെയ്യുന്നത്? ഒരു എക്സാമ്പിൾ, നിങ്ങളൊരു കുടുംബത്തിനകത്ത് കഷ്ടം അനുഭവിക്കും. അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വയലൻസ് അനുഭവിക്കുന്ന ഫാമിലിക്കകത്ത്. വെളിയിലുള്ള വയലൻസ് വളരെ കുറവാണ്. നമ്മുടെ സ്വഭാവം വെളിയിറങ്ങുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ. അതുകൊണ്ടുകൂടെ ആയിരിക്കും. കാരണം നമ്മൾ തല്ലുകൊള്ളിത്തരങ്ങൾ കാണിക്കുന്ന മുഴുവൻ മിക്കവാറും കുടുംബത്തിനകത്ത് തന്നെ ആയതുകൊണ്ട് അടി കൂടുതലും ഇടി കൂടുതലും ഒക്കെ കുടുംബത്തിനകത്ത്. അതാണ് സാധാരണ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ഇടി കൊള്ളുമ്പോഴും ബ്രോക്കൺ ഹാർട്ടുള്ള ആൾ എന്നാ പറയുന്നത്? എന്തായിരിക്കും പറയുന്നത്? നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കാം. ഒരു കംപ്ലീറ്റ്ലി ബ്രോക്കൺ ആയിട്ടുള്ള ഒരു ഹാർട്ട് ആണെങ്കിൽ എന്തായിരിക്കും ചിന്തിക്കും? ഇനി ഒട്ടും ബ്രോക്കൺ അല്ലാത്തൊരു ഹാർട്ട് ആണെങ്കിൽ എന്തായിരിക്കും ചിന്തിക്കും? ഇനി ഇടി വേണ്ട, ഒരു കുറ്റം പറഞ്ഞു, ചെയ്സ് ആള് ശരിയല്ല, ഞങ്ങൾ വിചാരിച്ചിരുന്നല്ല എന്നൊരാൾ പറഞ്ഞെന്ന് വിചാരിച്ചു. കംപ്ലീറ്റ്ലി ബ്രോക്കൺ ആണ് ഞാനെങ്കിൽ എനിക്ക് എന്താ തോന്നേണ്ടത്? എന്റെ ദൈവമേ, അവന് മനസ്സിലായോ എന്നാ തോന്നുന്നത്. കാരണം അങ്ങനെയാണെന്ന് എനിക്കറിയാം. ഐ ആം യൂസ്ലെസ് എന്നുള്ള കാര്യം എനിക്കറിയാം. അത് അവന് മനസ്സിലായി എന്നുള്ളതാണ് അവനത് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അതിനർത്ഥം എന്താ? ഞാൻ ബ്രോക്കൺ ആണെന്ന്. കാരണം എനിക്ക് പ്രശംസകളില്ല. അതേ സമയത്ത് ഞാൻ ഇങ്ങനെ പറയുന്ന വിചാരിച്ചോ, നിങ്ങൾ വിചാരിക്കുന്നതൊന്നുമല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ്. ഞാൻ അങ്ങനത്തെ ഒരാളല്ല, ഞാൻ അങ്ങനെ വിചാരിച്ച് പറഞ്ഞതല്ല. ഇത് അൺബ്രോക്കൺ ഹാർട്ടാണ്. നമുക്ക് പലപ്പോഴും അൺബ്രോക്കൺനെസ് ഉണ്ട്. ജസ്റ്റിഫൈ ചെയ്യേണ്ടി വരുന്നു. വേറൊരാൾ കുറ്റം ചുമത്തുമ്പം നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് നോക്കി അതിനേക്കാൾ അപ്പുറത്തോടെ കാണുമെങ്കിലും അതില്ല എന്ന് പ്രിറ്റൻഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതെല്ലാം ഈ ജഡ മനസ്സ് സ്ട്രോങ് ആയതുകൊണ്ടാണ്. എത്ര സൂത്രത്തിലാണ് നമ്മുടെ ആദമിക സ്വഭാവം നമ്മളെ കുരുക്കുന്നതെന്ന് ആത്മാവ് തന്നെ കാണിച്ചു തന്നാൽ നമുക്ക് കാണാൻ പറ്റും. ഈ ജഡ മനസ്സ് എന്താന്നുള്ള ആ ഒരു എൻക്വയറി ഞാൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഈ സാധനമാണ്. എന്താണ് ഈ ഒന്ന് രണ്ടാഴ്ച എനിക്കൊന്നൊരു 10 ദിവസത്തോളമായിട്ട് ദാറ്റ്സ് ഈറ്റിംഗ് മൈ മൈൻഡ്. കാരണം എന്നോട് എൻ്റെ ഒരു സഹോദരി, അതായത് കർത്താവിലുള്ള ഒരു സഹോദരി എന്നോട് പറഞ്ഞു, ചേസിന് ന്യായീകരിക്കാനുള്ള ഭയങ്കര കഴിവാണ്. എനിക്കൊന്നൊരു 5-10 വർഷം മുമ്പാണെന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ചപ്പോൾ സംഗതി ശരിയാണ്. ഈ സെൽഫ് വിൻഡിക്കേറ്റിംഗ് സ്പിരിറ്റ് എന്ന് പറയുന്നത് സ്റ്റബേൺനെസിന്റെ ഭാഗമാണ്, മാനസാന്തരമില്ലായ്മയുടെ ഭാഗം. നമ്മളെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റബേൺനെസ്സും സെൽഫ് റൈച്ചസ്നെസ്സും ഈ ജഡമനസ്സ് സ്ട്രോങ് ആക്കുന്ന വിൽഫുൾ വോളണ്ടറി നന്മകൾ, ഇതെല്ലാം നമ്മുടെ ഹൃദയങ്ങളെ വല്ലാതെ തടിപ്പിക്കുന്ന നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യം, കഷ്ടം അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സമർത്ഥരാകുന്ന. പക്ഷെ അത് നമ്മളിൽ കഠിനഹൃദയം ഉണ്ടാക്കാം, മറ്റുള്ളവരോട് വാശി ഉണ്ടാക്കാം. നിങ്ങൾക്കറിയാമോ, ചെറുപ്പകാലത്ത് ഒത്തിരി കഷ്ടങ്ങളിലൂടെ പോയ ആളാണ് ഈ ജോസഫ് സ്റ്റാലിനൊക്കെ. അതായത് വലിയ വില്ലന്മാരായി ചരിത്രത്തിൽ വന്നിട്ടുള്ളവർ, കഠിന ഹൃദയന്മാരായിട്ട്, ആരുടെ ചോരയിലും സങ്കടം തോന്നാത്തവർ.
കണ്ണിൽ ചോരയില്ലാത്ത, ആരുടെ സഫറിങ്ങിനോട് സെൻസിറ്റീവ് അല്ല, ഒരാൾ ആഹാരമില്ലാതെ പോയാൽ കണ്ടാൽ ഒന്നും തോന്നാത്തത്, അവര് ചെറുപ്പക്കാർക്ക് ഭയങ്കര ക്രൂരതകൾക്ക് സബ്മിറ്റ് ആയിട്ടുള്ളവരാണ്. ഇത് മനഃശാസ്ത്രപരമായിട്ട് അത് തെളിയിക്കപ്പെട്ടുള്ള ഒരു കാര്യമാണ്, ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടുള്ള കാര്യമാണ്. ഒരു ടോർച്ചേർഡ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള മോൺസ്റ്റേഴ്സിനെയാണ് സൃഷ്ടിക്കുന്നത്. സഫറിങ് വിത്തൗട്ട് പീസ് ഓഫ് ഗോഡ്, സഫറിങ് വിത്തൗട്ട് ദ റെവലേഷൻ ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ എന്ത് കഠിനമായ അധ്വാനത്തിൽ ദൈവികമായ വെളിപ്പാടിലൂടെ അല്ലാതെ ഇടപെട്ടാൽ അത് നമ്മുടെ ഒരു കഠിന ഹൃദയം ഉണ്ടാക്കുകയും മറ്റുള്ളവരുടെ സഫറിങ്ങിൽ സിമ്പതൈസ് ചെയ്യാനുള്ള നമ്മുടെ കഴിവില്ലാതായി പോയി, അറപ്പ് മാറുകയാണ്. ഞാൻ ഇന്നലെ കൊല്ലത്തെ ചർച്ചയിൽ സംസാരിച്ചപ്പം പറഞ്ഞൊരു കാര്യം, കർത്താവിന്റെ സഫറിങ്ങിനകത്ത് ഒരു ഭയങ്കര സ്നേഹമുണ്ട്. മത്തായിയുടെ സുവിശേഷത്തില് 7 അപ്പം കൊണ്ട് 4000 പേരെ പരിപോഷിപ്പിക്കുന്ന ആ കഥയില്, ആ സംഭവത്തില് കർത്താവ് ശിശുമാരോട് പറയാണ്, 3 ദിവസമായി ഇവർ ആഹാരം കഴിച്ചിട്ട് എനിക്ക് അവരെ കണ്ടിട്ട് വളരെ സങ്കടം തോന്നി. കർത്താവ് 3 ദിവസമായി കഴിച്ചിട്ട്. പക്ഷെ അവരും കർത്താവും തമ്മിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 4000 പുരുഷന്മാരും ബാക്കി സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉള്ള ഒരു സമൂഹത്തോട് 40 പേരിരിക്കുന്ന ഒരു സമൂഹത്തോട് സംസാരിക്കുന്നത് നമ്മൾ അരമണിക്കൂർ സംസാരിച്ചിട്ടായാലും മൈക്കില്ല. ഈ 4000 പേര് പുരുഷന്മാരുള്ള ഒരു സമൂഹത്തോട് മൈക്കില്ലാത്ത, സ്പീക്കർ ഇല്ലാത്ത കാലത്ത് 3 ദിവസം വചനം പറഞ്ഞിട്ട് ഞാൻ തളർന്നോന്നല്ല കർത്താവ് നോക്കുന്നത്, ഇവര് തളർന്നോന്ന്. ശാരീരികമായിട്ട് അതേ വേദനയും ബലഹീനതയുടെയും കർത്താവിന് പോകാൻ പറ്റുമായിരുന്നു, അതുപോലെ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ വിശന്ന ആൾക്കാർ മുമ്പിരുന്ന് പറയുമ്പോൾ കർത്താവിനോട് ഇങ്ങനെ പറയായിരുന്നു, 3 ദിവസമായിട്ട് ഞാൻ ആഹാരം കഴിക്കാമെന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ചുമ്മാ ഇരിക്കുമല്ലേ എന്ന് ചോദിക്കായിരുന്നു. നമ്മളാണ് ചോദിച്ചത്. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ പ്രസംഗിച്ചിട്ട് അവന് ചുമ്മാ കാലം നീട്ടി പുല്ലിലിരുന്നവൻ വിശക്കെന്നും പറഞ്ഞിരിക്കും, അപ്പൊ ഞാൻ എന്തോരം പറയണമെന്ന് ചോദിച്ചാൽ തീർന്നില്ലേ? പക്ഷെ കർത്താവ് അങ്ങനെയല്ലായിരുന്നു. അവനെ ഫ്രണ്ടിൽ ഇരിക്കുന്നവന്റെ നിസാരമായ വേദന വലിയ കാര്യമായിരുന്നു. അത് വലിയ കാര്യമാണ്. വേറൊരാള് സഫർ ചെയ്ത് കാണുമ്പോൾ നമുക്ക് സഫറിങ്ങിലൂടെ കടന്നു പോയി കാണും. പക്ഷെ ക്രിസ്തുവിന്റെ ഹൃദയമാണ് നമ്മുടെ ഉള്ളിൽ വരുന്നതെങ്കിൽ ഈ ഒരു ചെറിയ വേദനയിലൂടെ പോകുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ ആ കർത്താവിന്റെ ആർദ്രതയുണ്ട്. ഈ ആർദ്രതയാണ് അവന്റെ ലൈഫ് നമ്മളിലൂടെ വെളിപ്പെടുത്തുന്ന. നമ്മൾ ശരിക്കും കർത്താവിന്റെ കഷ്ടങ്ങളിലൂടെ പങ്കാളികളാണെങ്കിൽ അവന്റെ സ്വഭാവത്തിലും പങ്കാളികളാണ്. ഈ ഹ്യൂമൻ സിമ്പതിക്ക് അപ്പുറത്ത് സഫറിങ്ങിലൂടെ തെളിഞ്ഞു വരുന്നൊരു ദൈവിക സ്വഭാവം എന്ന് പറയുന്നത്, പണ്ട് കാലത്തൊക്കെ നമ്മൾ ഇങ്ങനെ പറയില്ലേ, പിള്ളേരെന്തേലും കഷ്ടപ്പെടും, ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ട് പഠിച്ചതോ, നീയൊക്കെ കുറച്ച് കഷ്ടപ്പെട്. കേട്ടിട്ടുണ്ടോ? ഞങ്ങളൊക്കെ ഇങ്ങനെ ഈ സുവിശേഷകരോടും പഴയ സുവിശേഷകർ പറയുന്നത്, നിങ്ങൾ ആദ്യകാലത്ത് കുറച്ച് കഷ്ടപ്പെടണം, എന്നാലേ പിൽക്കാലത്ത് ദൈവം അനുഗ്രഹിക്കുകയുള്ളൂ ഞങ്ങളെ പോലെ. ഇതെല്ലാം ഈ ജഡമനസ്സാ. 10 വയസ്സുകാരന്റെ വിശപ്പും 50 വയസ്സുകാരന്റെ വിശപ്പും 20 വയസ്സുകാരന്റെ വിശപ്പും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. വിശക്കുമ്പോ എല്ലാവർക്കും വിശപ്പാ അത്. അപ്പോ ഈ ജഡമനസ്സിന്റെ ഗുലുമാലുകൾ അത് ദൈവത്തിൽ നമ്മൾ അകറ്റിക്കളയുകയും ഒരു കഠിന ഹൃദയം നമ്മൾക്ക് ഡെവലപ്പ് ആകുവാനും മറ്റുള്ളവരോട് അവജ്ഞ തോന്നുവാനും എല്ലാം പറ്റുന്ന ഒരു ഹൃദയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈ ജഡമനസ്സിന് സാധിക്കും എന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. അതുകൊണ്ട് ഒരു യഥാർത്ഥത്തിൽ ബ്രോക്കൺ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച്, ഹൃദയത്തിനകത്ത് ബ്രോക്കൺ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പാപി എപ്പോഴും ആ ആള് തന്നെയായിരിക്കും. അതുകൊണ്ട് വേറൊരാളിലേക്ക്, അയാൾ വിശ്വാസിയായാലും അവിശ്വാസിയായാലും വേറൊരാളിലേക്ക് വിരൽ ചൂണ്ടുകയില്ല എന്ന് മാത്രമല്ല, അവരെ ചെന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുകയും ചെയ്യും. അത് കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതാണ്. They may be your enemies. They may be angry with you.
പക്ഷെ അവരെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ കർത്താവിൻ്റെ സ്നേഹം, അവർ നമ്മൾ ഉപദ്രവിച്ചാലും ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ ആ കഷ്ടത കൊണ്ട് നമുക്ക് അർത്ഥമുണ്ടാകുന്നത്. അത് ഈവൻ ഇൻ എ ഡൊമസ്റ്റിക് കോണ്ടെക്സ്റ്റ്, ഇൻസൈഡ് ദ ഫാമിലി ഓർ ഇൻസൈഡ് ദ ചർച്ച്, വേറെവർ യു ആർ. ഒരു കോൺട്രൈറ്റ് ഹാർട്ട്, ഒരു ബ്രോക്കൺ ഹാർട്ട്, ഒരു സ്ട്രെയിറ്റ് ഹാർട്ട് നമുക്ക് ഉണ്ടാവേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമാണ്, നമ്മുടെയും ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു ഹൃദയത്തിലൂടെ മാത്രമേ ദൈവത്തിന് അവൻ്റെ ഇഷ്ടത്തെ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇഫ് യു ആർ നോട്ട് ബ്രോക്കൺ, ഗോഡ് കനോട്ട് യൂസ് യു. അതാണ് അതിൻ്റെ ബേസിക് തിങ്. നമ്മൾ തകർക്കപ്പെട്ടിട്ടുള്ളവരല്ലെങ്കിൽ, നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് ഈ തകർക്കപ്പെടുക എന്ന് പറയുമ്പോൾ പലരും ആലോചിക്കുന്നത് അടിച്ച് അവനെ നിരപ്പാക്കി എല്ലാം ഒടിച്ചിടുക. ആ തകർക്കലല്ല, അതല്ല സ്പിരിച്വൽ ബ്രോക്കൺനെസ് എന്ന് പറയുന്നത്. സ്പിരിച്വൽ ബ്രോക്കൺനെസ് എന്ന് പറയുന്നത് ഞാൻ അടി കൊണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ദൈവത്തിന് മുൻപിൽ ഞാൻ എപ്പോഴും നുറുക്കപ്പെട്ടവനായി കിടക്കുന്നു എന്നുള്ളതാണ്. നത്തിങ് ടു ക്ലെയിം, നത്തിങ് ടു ബോസ്റ്റ്, നത്തിങ് ടു ഗ്ലോറി ഇൻ, ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ഹിസ് ഗ്രേസ്. അവൻ്റെ കൃപയല്ലാതെ വേറൊന്നിലും പുകഴാനില്ലാത്ത ആ ഒരു സ്റ്റേജിനെയാണ് ഈ ബ്രോക്കൺനെസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, കഷ്ടത ഈ ബ്രോക്കൺനെസ് ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. ദൈവത്തിന്റെ വെളിപ്പാടാണ് നമുക്ക് ബ്രോക്കൺനെസ് ഉണ്ടാക്കുന്നത്. അവൻ ആരാണെന്ന് നമുക്ക് വെളിപ്പെട്ട് വരുമ്പോഴാണ് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പൗലോസിന് തോന്നുന്നത്, യാക്കോബിന് തോന്നുന്നത്, യിരെമ്യാവിന് തോന്നുന്നത്, യെശയ്യാവിന് തോന്നുന്നത്, ഇയ്യോബിന് തോന്നുന്നത്, അയ്യോ ഞാൻ നഗ്നനെന്ന് ആദമിന് തോന്നുന്നത്, നിൽക്കാൻ പറ്റാതെ നിലത്ത് വീണേക്കാമെന്ന് ചിന്തിച്ചതല്ല, യോഹന്നാൻ വീണു പോകുന്നത്. ഇതെല്ലാം കഷ്ടത കാരണമല്ല, പത്മോസ് ദ്വീപിൽ പോയതുകൊണ്ടല്ല, അതിന് നടുവിൽ കർത്താവിനെ കണ്ടതുകൊണ്ടാണ്. പത്രോസ് എനിക്ക് എന്നെ വിട്ടു പോ, ഞാൻ പാപിയാണേന്ന് അലറി കരഞ്ഞത് അവന് രാത്രി മുഴുവൻ മീൻ പിടിക്കാതെ പകൽ കുറച്ച് മീൻ കിട്ടിയപ്പോണ്ടായ സന്തോഷത്തിലല്ല, അവൻ ദൈവത്തിന് മുമ്പിൽ അകപ്പെട്ടപ്പോൾ സംഭവിച്ചതാണ്. നമ്മൾ എപ്പോഴും ദൈവത്തിന് മുമ്പിൽ ജീവിക്കുന്നവരാണ്, ഓൾവേസ് ഇൻ ഹിസ് പ്രസൻസ്. അത് നമ്മുടെ ഹൃദയത്തെ തകർത്തുകൊണ്ടേയിരിക്കണം. നമ്മളപ്പോൾ മറ്റുള്ള ഒരാളെ ഒരിക്കലും നമ്മളെക്കാൾ കുറഞ്ഞവരായിട്ട് കാണുകയില്ല. അത് നമ്മുടെ ശുശ്രൂഷകളിലെല്ലാം ഒരു ഹംബിൾനെസ് ഉണ്ടാക്കും. പുൾപിറ്റിൽ നിന്ന് സംസാരിക്കുമ്പം എന്തോ ആടാ നീ കാണിക്കുന്നുള്ള സ്റ്റൈൽ അങ്ങ് പോകും, ആ അധികാരം അങ്ങ് ഒടുങ്ങി പോകും. അവിടെ ഒരു ദാസനായിട്ട് നമ്മൾ മനസ്സുകൊണ്ട് മുട്ടിൽ നിൽക്കും. ഇത് കർത്താവിന് മുമ്പിൽ കർത്താവിന്റെ പ്രസൻസിനാൽ മാത്രമേ സാധിക്കുള്ളൂ. അത് ശുശ്രൂഷകളിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലും ഈ ജഡമനസ്സ് ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ എപ്പോഴും ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു വ്യവസ്ഥാപിതമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്ങനെ ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും കൺസേൺ, ജഡശരീരത്തിൽ നിന്ന്. അതിനാണ് ഈ മതം എല്ലാം വർക്ക് ചെയ്യുന്നത്. ഞാനത് വേറൊരു രീതി പറഞ്ഞാൽ, ഇപ്പം നമുക്ക് ഈ മനഃശാസ്ത്രപരമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഇങ്ങനെ പറയാം, നമ്മൾ മനുഷ്യരെല്ലാവരും മൃഗങ്ങളെല്ലാം മനുഷ്യനും കുറെ ഇൻസ്റ്റിങ്റ്റുകളുണ്ട്, പ്രചോദനങ്ങൾ. അതിന് ചോദനകളെന്നോ എന്നാ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ചോദനകൾ, അത് ആ വാക്ക് കറക്റ്റ് ആണോ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ചോദനകളാലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഇപ്പൊ ഒരാൾ രണ്ട് വർത്താനം പറയുന്നത് തോന്നുക, അല്ല ഒരാളെ കാണുമ്പോൾ ഇഷ്ടം തോന്നുക, സംസാരിക്കണം തോന്നുക. പക്ഷെ അകത്തുനിന്ന് തടയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ഈ തടയുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മതം ഉണ്ടാക്കി തരുന്നതാണ്. അതൊരു സ്ട്രോങ് ജഡമനസ്സുകൊണ്ടാണ് സാധിക്കുന്നത്. ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ചെറുപ്പകാലത്ത് നീതിമാനാകാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട ഒരാളാണ്. നീതിമാനായൊന്നുമില്ല, പക്ഷെ ശരിക്കും കഷ്ടപ്പെട്ടു. ആ കഷ്ടപ്പെടുമ്പോൾ മറ്റു പിള്ളേർ ചെയ്യുന്ന പാപത്തിനകത്ത് ഞാൻ പെടുകയില്ല, ഭയങ്കര ഡിഫറൻറ്റാ. അപ്പൊ ജഡശരീരം കൊണ്ട് അവർ ചെയ്യുന്നതിനകത്തൊന്നും ഞാനില്ല. തന്നെയല്ല, അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ടീച്ചറുടെ അടുത്ത് സാറിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. കാരണം സ്ട്രോങ് ജഡമനസ്സാണ്. അവനെ പിന്നെ പുറത്താക്കിയാലും എനിക്കൊരു വിഷമവും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്റെ ജഡമനസ്സ് അത്ര സ്ട്രോങ് ആണ്. അപ്പൊ എന്റെ ജഡമനസ്സിനെ സ്ട്രോങ് ആക്കിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ പാപത്തോട് പോരാടിയത്. പക്ഷേ ആ ജഡമനസ്സ് സ്ട്രോങ് ആയപ്പോൾ എനിക്ക് എന്താ സംഭവിച്ചത്, കർത്താവിൽ ഞാൻ വളരെ വളരെ ദൂരെയായി പോവുകയും
മതത്തോട് ഞാൻ വളരെ വളരെ അടുത്ത് വരികയും ചെയ്തു. കാരണം ഒരു മതം മുമ്പോട്ട് പോകുന്ന ജഡ മനസ്സ് സ്ട്രോങ് ആകുമ്പോഴാണ്. ഇത് എൻ്റെ ജീവിതത്തിൽ കർത്താവ് പഠിപ്പിച്ചൊരു വലിയ പാഠമായിരുന്നു. നന്നാകാൻ ശ്രമിക്കും എപ്പോഴും. ഈ പ്രപഞ്ചത്തിന്റെ സിസ്റ്റം തന്നെ അതാണ്, മനുഷ്യന്റെ സിസ്റ്റം തന്നെ അതാണ്. സമൂഹം പഠിപ്പിക്കുന്നതും അവർക്കൊരു സ്ട്രോങ് മൈൻഡ് ഉണ്ടാക്കാനാണ്, ഇതിനെ എതിർത്ത് നിൽക്കാൻ, അല്ലേ, പിടിച്ചു നിൽക്കാൻ. കഴിഞ്ഞ ദിവസമല്ല, ഒരു 3-4 വർഷം മുമ്പ് ഒരാൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രസംഗം പറയുന്നത് കേട്ടു, നമുക്ക് തൻ്റെ ഇടം ഉണ്ടാകേണ്ടത് മറ്റൊരാൾ ചെയ്യുന്ന പോലെ ചെയ്യാതിരിക്കുമ്പോഴാണ്. ഇപ്പൊ എല്ലാവരോടും ഒരു തെറ്റ് ചെയ്യാൻ നിർബന്ധിച്ചാൽ ഞാനും അതിൻ്റെ കൂടെ ചെയ്യുന്നതല്ല തൻ്റെ ഇടം. നോ എന്ന് അവരോട് പറയാൻ പറ്റുന്നതാണ് തൻ്റെ ഇടം. ഓക്കെ, ഫൈൻ, ശരിയല്ലേ ഇത്? ഇപ്പൊ പിള്ളേരെല്ലാണ്ട് പറയുന്നു നമുക്ക് കുടിക്കാം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നോ, ഞാൻ കുടിക്കില്ല എന്ന് പറയുന്നതല്ലേ തൻ്റെ ഇടം? ആണ്. ഓ, എന്നാ പിന്നെ കുടിച്ചേക്ക അവരുടെ കൂടെ എന്ന് ചിന്തിക്കുന്നതല്ല, നോ പറയുന്നതാണ് തൻ്റെ ഇടം. ശരിയല്ലേ ഇത്? ശരിയാണ്. അപ്പൊ നമ്മൾ ആ കുടിക്കുക, പാപത്തിൽ ഏർപ്പെടുക എന്നുള്ള പ്രവണതകൾ എങ്ങനെ നേരിടുന്നത്? ഒരു സ്ട്രോങ് തൻ്റെ ഇടം കൊണ്ടാണ് നേരിടുന്നത്. ഇതിനെയാണ് നമ്മൾ ലോകം അങ്ങനെയാണ് പാപത്തെ നേരിടുന്നത്. അവരുടെ വഴി അതാണ്. എന്നാൽ നമ്മൾ നേരിടുന്നത് അങ്ങനെയല്ല. നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നത് കൊണ്ട്, നമ്മൾ അവന്റെ നീതിയാൽ തകർക്കപ്പെടുന്നവരായതുകൊണ്ട്, അവൻ എനിക്ക് പകരം വസിക്കുന്നതുകൊണ്ട് ഞാൻ ഇതിനെ രണ്ടിനെ ജയിക്കുക അവന്റെ ശക്തിയാണ്. ഇതൊരു പരിജ്ഞാനത്തിന്റെ തലത്തിൽ മനസ്സിലാകേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിൽ ക്രിസ്തുവിന്റെ ജീവൻ ഉരുവാകുന്നത് കഷ്ടതകൾ കാരണമല്ല, ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്, ദൈവത്തെ നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ടാണ്. കഷ്ടത നമുക്ക് കഠിന ഹൃദയത്തെയും തരാം, മത്സരബുദ്ധിയെ തരാം, മതത്തെ ഉറപ്പിക്കാൻ, അത് ചിലപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള മതങ്ങളെ ഉറപ്പിക്കാൻ. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ഒരു ചർച്ചിൽ ചെന്നപ്പോൾ IPC അല്ല, എല്ലാ ചർച്ചിലും പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കഥയാണ്, നിങ്ങളുടെ പ്രസംഗം ഇനി ഞാൻ മേലാൽ കേൾക്കാൻ വരികയില്ല. അപ്പൊ അത് എൻ്റെ കാരണം വെച്ചാൽ ഞാനൊരു ഒരു ഗ്രീൻ കളറുള്ള ഒരു ഷർട്ട് ഇട്ടുണ്ട് പ്രസംഗിച്ചത്, ചെക്ക് ഷർട്ട്. അന്ന് ഒരു പാസ്റ്ററെ സംബന്ധിച്ച് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. ഞങ്ങൾ ഇത്തരം വെള്ളവസ്ത്രം ഇട്ട ഒരാൾ ഈ ചെക്ക് ഷർട്ട് ഇട്ടവന്റെ പ്രസംഗം കേൾക്കേണ്ടി വരുന്നല്ലോ എന്നുള്ളത് നിസ്സാര കാര്യമല്ല അത്. അപ്പൊ ഈ മനുഷ്യൻ എന്നോട് ഒന്ന് പറഞ്ഞു, ഇനി മേലാ നിങ്ങളുടെ പ്രസംഗം കേൾക്കാൻ ഞാൻ വരത്തില്ല. പക്ഷെ എന്താ കാര്യം? പുള്ളി പറഞ്ഞു, നിങ്ങൾ വെള്ള ധരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ജയിക്കുന്നവൻ വെള്ള ധരിക്കുമെന്ന് ബൈബിളിൽ. അപ്പൊ ഇവരാരാണ്? ജയിച്ചവരാണ്. അവരാ ജയം കൊണ്ട് എന്തുണ്ട്? ഒരു മതം ഉണ്ടാക്കി. അവരതിൽ തീക്ഷ്ണതയുള്ളവരാണ്. അവർക്ക് വേറെ ആരും അംഗീകരിക്കാൻ പറ്റും. അപ്പോൾ ലോകം മോഹത്തെ ജയിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയതാണ്. അപ്പൊ എല്ലായിടത്തും മതം ചെയ്യുന്ന ഒരു സ്ട്രോങ് റിലീജിയൻ ഉണ്ടാക്കിയ, റിലീജിയനെ ടൈറ്റൻ ചെയ്തിട്ട് ഇത് പാപമാണ് അത് പാപമാണ് എന്ന് പറഞ്ഞ് നമുക്കൊരു സ്ട്രോങ് മൈൻഡ് ഉണ്ടാക്കുകയും ചെയ്യുന്നവനെ വിധിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ലോകത്തിലെല്ലാ മതങ്ങളും ചെയ്യുന്നത്, ഡൂസ് ആൻഡ് ഡോൺസ്. പക്ഷെ ക്രിസ്ത്യാനിറ്റിയിൽ അതുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനെല്ലാം ജയിക്കുന്നത് ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിക്കൊണ്ടാണ്. അതായത് ജഡമനസ്സിനാലല്ല, ആത്മാവിനാലാണ് നമ്മൾ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നത്. അത് വിശ്വാസത്താൽ സംഭവിക്കുന്നതാണ്. ഞാനല്ല, ക്രിസ്തു അത്രയെന്നുള്ള എൻ്റെ ഇന്റേണൽ റിയലൈസേഷൻ, ആ സാൽവിഫിക് ട്രൂത്ത്സിലോട്ടുള്ള എൻ്റെ ആത്മാവിന്റെ പ്രയാണമാണ് എൻ്റെ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടോ നിയമങ്ങൾ കൊണ്ടോ സൃഷ്ടിക്കുന്നതല്ല വിശുദ്ധീകരണം, ആത്മാവ് നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്ന പുതിയ മനുഷ്യനാണ്. ആ പുതിയ മനുഷ്യനെ വിശ്വാസത്താൽ ധരിക്കാൻ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മോമെന്റിലും കഷ്ടങ്ങളാണ്. ഒരാൾ എന്നെ തല്ലിയില്ല, വഴക്ക് പറഞ്ഞില്ല, ബഹളം ഉണ്ടാക്കിയില്ല, എന്നെ എതിർത്തില്ല, അപ്പോഴും ഞാൻ ക്രിസ്തുവിന്റെ ജീവനാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ കഷ്ടത്തിൽ തന്നെയാണ്. അവിടെ സഫർ ചെയ്യേണ്ടി വരും ഉറപ്പായിട്ടും. അത് എൻ്റെ തന്നെ ജഡത്തിനെതിരെയുള്ള ഒരു യുദ്ധമാണ്. പക്ഷെ യുദ്ധത്തിൽ ജയിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ്. എന്നെ ജയിപ്പിക്കുമാറാക്കുന്നു അവനാണ്. ഇറ്റ്സ് ബൈ ഫെയ്ത്ത്. കഷ്ടത എപ്പോഴും ഉണ്ട് ക്രിസ്ത്യാനിറ്റി. നിങ്ങൾ ചുറ്റും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവരാണെന്ന് വിചാരിക്കുമ്പോഴും വി ആർ ഗോയിങ് ത്രൂ സഫറിങ്. കാരണം അവന്റെ വഴി ഒരു ഇടുക്ക് വഴിയാണ്. പക്ഷെ കർത്താവിനെ കാണുന്നതാണ് നമ്മുടെ വിടുതലിന്റെ അടിസ്ഥാനം, നമ്മുടെ ജീവന്റെ അടിസ്ഥാനം അവന്റെ ആത്മാവാണ്. നമ്മൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങളല്ല.
ഓക്കെ, അപ്പൊ ഏത് സാഹചര്യത്തിൽ പോയാലും അവന്റെ ജീവൻ നമ്മളിൽ വ്യാപരിക്കുന്നില്ലെങ്കിൽ, അവന്റെ സ്നേഹം നമ്മളിൽ നിന്ന് പുറപ്പെടുന്നില്ലെങ്കിൽ, അത് ഒഴുകുന്നില്ലെങ്കിൽ, അത് എല്ലാ ഡയറക്ഷനിലേക്ക് ഒഴുകുന്നില്ലെങ്കിൽ, നമ്മൾ ഒരുപക്ഷെ കഠിന ഹൃദയമുള്ളവരായി മാറിപ്പോയിട്ടുണ്ടാകാം. കഷ്ടങ്ങൾ നമ്മളെ കഠിന ഹൃദയരാക്കാനും കഷ്ടങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മളെ വിശദീകരിക്കാനുള്ള ഒരു മാർഗമായിട്ടും കഷ്ടങ്ങൾ സഹായിക്കും. അതുപോലെ തന്നെ എല്ലാം, സമൃദ്ധിയായാലും നന്മകളായാലും, ഇതൊന്നും അല്ല ഫാക്ടർ എന്ന് പറയുന്നത് അവൻ നമുക്ക് മുമ്പിൽ അവനെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ കർത്താവ് അവനെ തന്നെ എനിക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ആകെയുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവനെ പോലെ ആവുക എന്നുള്ളതാണ്. അതിന് ബ്രോക്കൺ ഹാർട്ടഡ്നെസിന്റെ പ്രത്യേകത. ഹി ഗ്ലോറീസ് ഓൺലി ഇൻ ദ ലോർഡ്. ബ്രോക്കൺ ഹാർട്ടഡ് പേഴ്സൺ കനോട്ട് ബോസ്റ്റ് അബൌട്ട് ഹിംസെൽഫ്. ഹി ഓൾവേസ് ഗ്ലോറീസ് ഇൻ ദ ലോർഡ്. ഓക്കെ, അപ്പൊ ദൈവം നിങ്ങളെ ജഡമനസ്സിൽ നിന്നും ജഡശരീരത്തിൽ നിന്നും ദൈവത്തിന്റെ ആത്മാവിനാൽ രക്ഷിച്ച് അവന്റെ ജീവന്റെ പുതുക്കത്തിൽ നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.